ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഐമാക്സ് ലേസറിൽ കോയമ്പത്തൂർ ബ്രോഡ്വേ ഐമാക്സിൽ നമ്മൾ സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അക്വാമാൻ 2 കേട്ടോ. അപ്പോൾ ഞാൻ സിനിമ കണ്ടിട്ട് എങ്ങനെയുള്ളതെന്നുള്ള പറയാം. അപ്പോൾ തിയേറ്ററിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേറെ ഇടുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണാൻ നോക്കേണ്ട. തിയേറ്ററിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വരുന്നതാണ് ബ്രോഡ്വേ ഐമാക്സ് ലേസറിൻ്റെ കേട്ടോ. തിയേറ്ററിൻ്റെ അകമൊക്കെ കാണിച്ചുകൊണ്ടുള്ള സ്ക്രീനൊക്കെ കാണിച്ചുകൊണ്ടുള്ള സാധനം വരുന്നതാണ്. അതെന്തായാലും കണ്ടു നോക്കുക ഗൈസ്. അപ്പോൾ ഞാൻ സിനിമയൊക്കെ കണ്ടു. വീട്ടിലെത്തിയെന്നല്ല പറയാൻ പോയത്, ഞാനിപ്പോൾ റൂമിലെത്തി. കാരണം ഐമാക്സിലാണല്ലോ സിനിമ കാണാൻ വന്നത്. അപ്പോൾ അക്വാമാൻ ഐമാക്സിൽ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ സംഭവം, അതിൻ്റെ തിയേറ്ററിലെ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടാം. ഇപ്പം ഞാൻ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രം ഇതിനകത്ത് പറയാം. എനിക്ക് സിനിമ എൻജോയബിൾ ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ഏറ്റവും മികച്ച DC ചിത്രമാണോ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ വിഷ്വലി ഞാൻ ചിലപ്പോൾ കണ്ടത് ഐമാക്സ് ലേസറിലായതുകൊണ്ടാവാം, ഭയങ്കര കളർഫുള്ളായിരുന്നു. ഭയങ്കര കളർഫുള്ളും 3D ഒക്കെ നല്ല അത്യാവശ്യം നല്ല ഡെപ്ത് ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര കളർഫുൾ. ഇതുപോലെയുള്ള സിനിമകളാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഐമാക്സ് അല്ലെങ്കിൽ ഐമാക്സ് 3Dയിൽ കാണേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എബ്രോഡൊക്കെ ഉള്ളവരാണെങ്കിൽ ഐമാക്സ് ഫിലിമിൽ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ, ഇത് ഫിലിമിലുണ്ടോയെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഇതുപോലത്തെ സിനിമകളാണ് കാണേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഓപ്പൺ ഹൈമർ ഞാൻ ഐമാക്സ് ലേസറിൽ പോയി കണ്ട, പക്ഷേ ആ ഒരു സിനിമയല്ല ഐമാക്സ് ലേസറിൽ കാണേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ റിയൽ സ്റ്റീൽ എന്നുള്ള സിനിമ, നോളൻ്റെ ഇതിന് മുന്നത്തെ കുറേ സിനിമകൾ, അതായത് ഇപ്പോൾ ഇൻട്രസ്റ്റെല്ലാർ, ഇൻസെപ്ഷൻ, പ്രസ്റ്റീജും നല്ല രസമായിരിക്കും. പിന്നെ നമ്മുടെ എന്താ പറയുക ജുറാസിക് പാർക്ക് പോലത്തെ സീരീസ്, നമ്മുടെ ഇന്ത്യാന ജോൺസ്, മാഡ് മാക്സ്, ഇങ്ങനത്തെ സിനിമകളാണ്. ഇപ്പോൾ അതുപോലെ മാർവലിൻ്റെ സിനിമകൾ, ഇങ്ങനത്തെ സിനിമകളാണ് നിങ്ങൾ ഐമാക്സ് അല്ലെങ്കിൽ ഐമാക്സ് ലേസറിൽ കാണേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് വിഷ്വലി സ്റ്റണ്ണിങ് ആയിട്ടുള്ള, ഓഫ് കോഴ്സ് അവതാർ. ഈ സിനിമ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ, എപ്പോഴൊക്കെ ഇവർ വെള്ളത്തിൽ നിന്ന് പുറത്ത് വന്ന്, വെള്ളത്തിലെ സീൻസ് തന്നെ നല്ല ഭംഗിയാണ്, പക്ഷെ വെള്ളത്തിൽ നിന്ന് പുറത്ത് വരുന്ന സീൻ വന്നപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മോനെ ഭയങ്കര ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതേപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റേ വീഡിയോ പറയാം. എന്തായാലും സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വലി ഒരു ട്രീറ്റ് തന്നെയായിരുന്നു ഈ സിനിമ. എന്നെ സംബന്ധിച്ച് അക്വാമാൻ 1 ഞാൻ കണ്ടത് പണ്ട് വനിതാ എഴുത തിയേറ്ററിൽ വെച്ചിട്ടായിരുന്നു. അത് തന്നെ എനിക്ക് ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആയിട്ട് ഫീൽ ചെയ്തൊരു മൂവിയായിരുന്നു. വിഷ്വലി എന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ക്യാപ്റ്റിവേറ്റ് ചെയ്തൊരു പടമായിരുന്നു. ജെയിംസ് വാൻ്റെ ഡയറക്ഷനാണ്. ഡയറക്ഷൻ വൈസ് ഈ സിനിമ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നില്ല. ഒരു സ്ക്രിപ്റ്റിംഗ് ആണ് എനിക്ക് ഈ സിനിമയിൽ കുറച്ചും കൂടി, അതായത് ഇവരുടെ എന്താ പറയുക, സ്നൈഡർ വേഴ്സ് എൻഡ് ചെയ്യുന്നതിൻ്റെ കുഴപ്പം കൊണ്ടാണോ, അല്ലെങ്കിൽ അതിന് ഇനി കണ്ടിന്യൂറ്റി ഇല്ലാത്ത കൊണ്ടാണോ, എന്തൊക്കെയാണെന്ന് അറിയില്ല, എന്തോ പടം എങ്ങും എത്താത്ത പോലത്തെ, ഈ സിനിമയുടെ കഥ എങ്ങും എത്താത്ത പോലത്തെ ഒരു ഫീല് പോലെ ഒരു സംഭവമാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരു സ്ട്രോങ് വില്ലൻ്റെ ഒരു ആബ്സെൻസ് എനിക്ക് പടത്തിൽ ഫീൽ ചെയ്തത്. പക്ഷേ പൊതുവെ വില്ലൻ നന്നായാൽ സിനിമ നന്നാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വില്ലനാണ് നായകനെ സൂപ്പറാക്കുന്നത്. ഒരു കടുത്ത വില്ലനാണ് എന്ന് ഒരു നായകൻ അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നത്. അതായത് ആ വില്ലനെ തകർത്ത് ജയിച്ചു വരുന്ന നായകൻ എന്ന് പറയുമ്പോൾ ആ വില്ലൻ സൂപ്പറായാലേ നായകൻ റെഡി ആവുള്ളൂ എന്നാണ് എൻ്റെ ഒരു സംഭവം. ഇതിനകത്ത് നായകൻ കിടിലാന്ന് നമുക്കറിയാം, പക്ഷെ വില്ലൻ എന്ന് പറഞ്ഞാൽ, ഇതിനകത്തെ വില്ലൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പായിട്ട് കാണിച്ചിട്ട് ആവാൻ മറ്റേ എന്ന് പറഞ്ഞിട്ട് അവനെ അടിച്ചു തൂക്കുകളെ. അത് മാത്രം എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. അതായത് ഒരു ഓഞ്ഞ വില്ലെന്നൊക്കെ പറയുന്ന സെറ്റപ്പ് ആയിപ്പോയി. ആള് കാണിച്ചപ്പോൾ മറ്റേ നെക്രോമാൻസർ അല്ലെങ്കിൽ നമ്മുടെ ലോർഡ് ഓഫ് ദ റിങ്സിൽ സോറോണെ പോലെയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്ത് കുറേ ഇടത്തൊക്കെ സോറോണെ പോലെ എനിക്ക് ഫീലും ചെയ്തു, ആ രസം. പക്ഷെ അവസാനം എന്താ പറയുക, ഇത് മെത്തോളജി സെറ്റപ്പൊക്കെ ആയതുകൊണ്ടാവാം എനിക്ക് അങ്ങനത്തെ ഒരു ഫീല് വന്നത്. പക്ഷെ എന്തായാലും എന്ന് പറഞ്ഞാൽ ലോർഡ് ഓഫ് ദ റിങ്സ് മെത്തോളജി അല്ല, അത് വേറെ കാര്യം. എന്നാലും ഞാൻ പറയുകയാണ്, എവിടെയൊക്കെ സോറോൻ്റെ ഒരു 144p വർഷം പോലെയൊക്കെ എനിക്ക് എവിടെയോ ഫീൽ ചെയ്തു വില്ലൻ്റെ കാര്യത്തിൽ. വില്ലൻ ഒരു ഓഞ്ഞ വില്ലനായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. അത്രേ ഉള്ളൂ, എൻ്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇപ്പോൾ സിനിമ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സിനിമ വാച്ചബിൾ ആയിരുന്നു, ഡെഫിനറ്റ്ലി വാച്ചബിൾ ആയിരുന്നു. വിഷ്വലി കിടുമായിരുന്നു, അത് പറഞ്ഞു പറ്റുള്ളൂ. മേ ബി ഞാൻ ഐമാക്സ് ലേസറിൽ കണ്ടുകൊണ്ടാവാം. എനിവേസ്, തിയേറ്ററിൻ്റെ അഭിപ്രായവും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വേറെ വീഡിയോ ഇട്ടും കണ്ടുവെക്കാം. അപ്പോൾ ഇതാണ് എനിക്ക് അക്വാമാൻ ദ ലോസ്റ്റ് കിങ്ഡത്തിനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം ഇതാണ്. പിന്നെ അതുപോലെ ഇതിനകത്ത് കോൺട്രവേഴ്സീസ് കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ജോണി ഡെപ്പിൻ്റെ എക്സ് വൈഫ് ആംബർ ഹേർഡ് ഇതിനകത്ത് നായികയാണ്, മീര എന്നുള്ള ക്യാരക്ടർ. കുറേ സീൻസ് ചോപ്പ് ഓഫ് ചെയ്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പലയിടങ്ങളിലും പുള്ളിക്കാരീനെ ഇങ്ങനെ മാറ്റി മനഃപൂർവ്വം ഫ്രെയിമിൽ നിന്ന് ഔട്ടാക്കി എഡിറ്റ് ചെയ്ത ഒരു ഫീലൊക്കെ എനിക്ക് കിട്ടി. കാരണം ഫാൻസിന് ഒരുപാട് പേരെ നിരാശപ്പെടുത്തേണ്ട, അല്ലെങ്കിൽ ആ പുള്ളിക്കാരി ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഫാൻസ് ദേഷ്യപ്പെടേണ്ടെന്ന് വെച്ചിട്ടാണെന്നുകൊണ്ട് നൈസായിട്ട് DC വാർണർ ബ്രദേഴ്സ് ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ചില ക്രൂഷ്യൽ സീൻസിന് പുള്ളിക്കാരി ഇല്ല പറ്റില്ല. അതുകൊണ്ട്
അതിൻ്റെ സംഭവങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ പൊളിറ്റിക്സ് ആ വഴി നടക്കട്ടെ. എന്തായാലും ആരാണ് തെറ്റ് ചെയ്തത് അയാൾ ഒഴിവാക്കപ്പെടട്ടെ. അങ്ങനെ അതൊക്കെ. പിന്നെ സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കട്ട ജോണി ഡെപ്പ് ഫാനാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഒറ്റ പൈററ്റ്സ് ഓഫ് ദി കറേബ്യൻ ജാക്ക് സ്പാരോ ഉള്ളു, അത് ജോണി ഡെപ്പാണ്. അത് മാത്രമല്ല ജോണി ഡെപ്പ് ഈസ് എ ബ്രില്യൻ്റ് ആക്ടർ. ഒരു ക്ലേ ആണ് അദ്ദേഹം. എന്തിലേക്കും അലിഞ്ഞു ചേരുന്ന, ഷേപ്പ് മാറി അഭിനയിക്കുന്ന, രൂപം, ഭാവം, സൗണ്ട് ഒക്കെ മാറി അഭിനയിക്കുന്ന ഡിക്കാപ്രിയോ പോലത്തെ ഒരു മഹാനടനാണ്. അതുകൊണ്ട് തന്നെ പുള്ളീൻ്റെ സിനിമ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അത് ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. ബട്ട് റിയാലിറ്റി ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ റിയാലിറ്റി ആരുടെ ഭാഗത്താണോ ആൾ നന്നാവട്ടെ, മറ്റേ ആൾക്ക് ശിക്ഷ കിട്ടട്ടെ, അങ്ങനെ വിചാരിക്കുന്നുള്ളൂ. എന്തായാലും ഇതാണ് എൻ്റെ അഭിപ്രായം, അത്രേ ഉള്ളൂ. അപ്പോൾ ഐമാക്സ് ലേസറിൻ്റെ വീഡിയോ വേഗം വരുന്നതാണ്. നാളെ സലാറുണ്ട്. സലാറിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. ലേസർ ഐമാക്സിൽ തന്നെ കാണാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഇവിടെ എന്തോ പ്രൊഡ്യൂസേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്തോ പ്രോബ്ലം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഫിലിം ബ്രോഡ്വേ സിനിമാസുകാർക്ക് കിട്ടിയിട്ടില്ല. നാളെ രാവിലെ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇതുവരെ ബുക്കിംഗ് വന്നിട്ടില്ല. അപ്പോൾ വേറെ രക്ഷ എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് ബ്രോഡ്വേ സിനിമാസിൽ തന്നെയാണ് ഈ പറഞ്ഞ എപ്പിക് സ്ക്രീനും ഐമാക്സും ഒക്കെ. അതുകൊണ്ട് അവർക്ക് സിനിമ കിട്ടാത്തതുകൊണ്ട് ഈ പറഞ്ഞ ഒരു സ്ക്രീനിലും പോയി അത് കാണാനും പറ്റില്ല. 100 അടിയിലൊക്കെ സലാറ് കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം 100 അടി എൻ്റെ മുഖത്ത് കിട്ടിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു. ഇവിടുത്തെ നമ്മുടെ ഹോട്ടലിലേക്കുള്ള ചേട്ടന്മാരൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ചപ്പോൾ അവർ നല്ലൊരു തിയേറ്റർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ തിയേറ്ററാണ് 4K ലേസർ ഡോൾബി അറ്റ്മോസ് ആണ്. അപ്പോൾ അവിടെ കിഡിലിന് എക്സ്പീരിയൻസ് ആണെന്നാണ് ഇവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞത്. ഇവരൊക്കെ ഇവിടുത്തെ എല്ലാ തിയേറ്ററും കണ്ടിട്ടാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് പർട്ടിക്കുലർ നമ്മുടെ ഈ ഹോട്ടലിലെ ചേട്ടൻ ഈ പറഞ്ഞ എപ്പിക് സ്ക്രീനിലും ഐമാക്സ് ലേസറിലും ഒക്കെ കണ്ടിട്ടുണ്ട്. പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എപ്പിക് സ്ക്രീനാണെന്ന് പറഞ്ഞു. പക്ഷേ അത് ഈ ഐമാക്സ് ലേസറും എപ്പിക് സ്ക്രീനിന് ശേഷം പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രീനാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അത് ഏതാണ് എന്താണെന്നൊക്കെ ഞാൻ അവിടെ പോവുകയാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോയമ്പത്തൂർ വരുമ്പോൾ കാണിച്ചു തരാം. മിക്കവാറും നാളെ നമ്മൾ ബ്രോഡ്വേ സിനിമാസിൽ കാണാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റേ തിയേറ്ററിൽ പോകും. അപ്പോൾ അത് ഏത് തിയേറ്ററാണെന്ന് കാണിച്ചു തരാം. എന്തായാലും സലാറിൻ്റെ ഒരു സെപ്പറേറ്റ് എൻ്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇത്രയുള്ളൂ. അപ്പോൾ നാട്ടിലുള്ള എല്ലാവരും എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പറയുന്നതാണ്, രാവിലെ ഞാൻ കണ്ട നേര് അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ അങ്ങനെ പൊതുവെ പറയാത്തതാണ്, പക്ഷേ ഞങ്ങളങ്ങോട്ട് വല്ലാണ്ട് പിടിച്ച് കുലിക്കൊരു പടം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ പറയുന്നത്. അത്രേ ഉള്ളൂ. എന്തായാലും നാളെ വേറെ വീഡിയോ ഇടണം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.